ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ 2 പ്രോബ്ലമാണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസർ ആക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇമീഡിയറ്റ് പ്രെഡിസസർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ആക്ടിവിറ്റിക്ക് തൊട്ട് മുൻപായിട്ട് നടന്ന ആക്ടിവിറ്റിയാണ് അതിൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസർ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആക്ടിവിറ്റിയും അതിൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസർ ആക്ടിവിറ്റിയും നമ്മളെ റിലേഷൻഷിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഡ്രോ എയറോ ഡയഗ്രാം ആൻഡ് നോഡ് ഡയഗ്രാം അതുപോലെ തന്നെ എയറോ ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊന്നും എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് പക്ഷേ നിങ്ങൾക്ക് ഈ ഡയഗ്രാം വരക്കാൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മെയിൻ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് AOA ഡയഗ്രാം നോക്കാം. ആക്ടിവിറ്റി ഓൺ എയറോ ഡയഗ്രാം. ആക്ടിവിറ്റി ഓൺ എയറോ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് നമ്മൾ എയറോയിലാണ് നമ്മൾ ആക്ടിവിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി അതിന് ഇമീഡിയറ്റ് പ്രെഡിസസർ ഇല്ല. ദാറ്റ് മീൻസ് ആക്ടിവിറ്റി A ഈസ് ദ സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി A വരക്കുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് ആക്ടിവിറ്റി A വരക്കുക. ആക്ടിവിറ്റി A, അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടിങ് നോഡ് ഒരു എൻഡ് നോഡും കൊടുക്കാം. ഓക്കെ, ദെൻ ആക്ടിവിറ്റി ബിയും ക്കും ഇമീഡിയറ്റ് പ്രെഡിസസർ ഇല്ല. സോ ഇവിടുന്ന് ആക്ടിവിറ്റി B വരക്കുക. ദെൻ ആക്ടിവിറ്റി C, അതിന് ഇമീഡിയറ്റ് പ്രെഡിസസർ ഇല്ല. സോ ഇവിടുന്ന് ആക്ടിവിറ്റി C വരക്കുക. ഓക്കെ, അപ്പം അതായി. ഇനി അതിന് ശേഷം ആക്ടിവിറ്റി ഡിൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസറായിട്ട് B ആണ് കൊടുത്തിരിക്കുന്നത്. സോ B കഴിഞ്ഞിട്ടാണ് D വരക്കേണ്ടത്. സോ ഇവിടെ നോഡ് കൊടുക്കുക. ദെൻ എന്ത് വരക്കുക? D വരക്കുക. ഇനി അടുത്തത് ആക്ടിവിറ്റി ഇയുടെ ഇമീഡിയറ്റ് പ്രെഡിസസർ A ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ A കഴിഞ്ഞിട്ട് നമ്മൾ E വരക്കുക. ഓക്കെ, ദെൻ അടുത്തത് ആക്ടിവിറ്റി എഫിൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസറായിട്ട് ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരിക്കുന്നത് A ആണ്. സോ എന്ത് വേണം? A കഴിഞ്ഞിട്ട് ഒരു F എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കൂടി വരക്കുക. ദെൻ ആക്ടിവിറ്റി ജിൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസറായിട്ട് CDE. സിയും ഡിയും ഇയും ആണ് ആക്ടിവിറ്റി ജീൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസർ എന്ന് പറയുന്നത്. ആക്ടിവിറ്റി ജീൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസറായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? സിയും ഡിയും ഇയും. അപ്പോൾ സിന്നും വരക്കണം, അതുപോലെ തന്നെ ഡിയിലും കണക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഇന്നും കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ വരക്കുമ്പോൾ ഈ ഇനെ എഫിനെ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് വരക്കുക. ഇവിടെ എഫ് വരക്കുക. ദെൻ ഈ എഫ് വരച്ചെടുക്കുക. ഇതിനെ ഇന്ന് നെയിം ചെയ്യും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് പെൻസിൽ വെച്ച് വരക്കണം. അപ്പോൾ നിങ്ങളെ എന്നാലും ഇങ്ങനെ ചേഞ്ചസ് വരുത്താൻ പറ്റും. സോ സീനെയും ഡീനെയും ഈനെയും കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു നോഡ് കിടക്കുക. ദെൻ ആക്ടിവിറ്റി ജി വരക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരക്കേണ്ടത്. നമ്പർ ചെയ്യുക. 1 2 3 4 5 6. അതുപോലെ ഈ എഫിനെ കണക്ട് ചെയ്തിട്ട് ഈ നോഡ് ഈ എഫിൻ്റെ എൻഡ് നമ്മൾ എവിടത്തേക്ക് എൻഡ് ചെയ്യിക്കാം? ഇതിലേക്ക് തന്നെ എഫിനെ എൻഡ് ചെയ്യിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഡയഗ്രാം വരക്കുക. അപ്പം നിങ്ങൾ സ്വന്തമായിട്ടത് വരച്ച് നോക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അതാണിത്. അപ്പോൾ ആദ്യം പെൻസിൽ വെച്ച് വരച്ച് നോക്കുക. ദെൻ പെൻ വെച്ചിട്ട് വരക്കുക. അടുത്തത് ആക്ടിവിറ്റി ഓൺ നോഡ് ഡയഗ്രാം. ആക്ടിവിറ്റി ഓൺ നോഡ് എന്ന് പറയുമ്പം ആക്ടിവിറ്റിനെ നമ്മൾ നോഡിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് വളരെ എളുപ്പത്തിൽ വരക്കാൻ പറ്റും. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി കാണിക്കുക. ദെൻ ആക്ടിവിറ്റി A വരക്കുക. ദെൻ അവിടെ നിന്ന് തന്നെ ആക്ടിവിറ്റി B, കാരണം ഇതിൽ നിന്ന് ഇമീഡിയറ്റ് പ്രെഡിസർ വരില്ല. ദെൻ C. ദെൻ ഡീൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസർ B ആണ്. സോ ഇവിടെ D കൊടുക്കുക. ദെൻ ഈൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസർ ഏതാണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? ഈൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസർ A ആണ്. സോ A കഴിഞ്ഞിട്ട് E വരച്ചു. ദെൻ എഫിൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസർ A ആണ്. A കഴിഞ്ഞിട്ട് A തന്നെ F സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ജീൻ്റെ ഇമീഡിയറ്റ് പ്രെഡിസസർ സിയും ഡിയും ഇയും. ഓക്കെ, അപ്പോൾ സിയും ഡിയും ഇയും കൂടി കണക്ട് ചെയ്തിട്ട് G വരച്ചു. ദെൻ ജിയും എഫും കൂടി ഒരു ഫിനിഷിങ് ആക്ടിവിറ്റിയിലേക്ക് എൻഡ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ AOA ഡയഗ്രാം AON ഡയഗ്രാം വരക്കേണ്ടത്. ഇനിയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ഡയഗ്രാം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ എക്സാമിന് വന്നു കഴിഞ്ഞാലും നിങ്ങൾ എക്സാമിന് ഇപ്പോൾ പ്രോബ്ലം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സ്റ്റെപ്പിലെ ഡയഗ്രാം കാണിക്കേണ്ട. ഇതുപോലെ ഈ ഫൈനൽ ഡയഗ്രാം മാത്രമേ നിങ്ങളും വരക്കുള്ളൂ. പക്ഷേ ആ ഫൈനൽ ഡയഗ്രാം എങ്ങനെ വന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്
ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു PDF കൂടി അയച്ചിട്ടുണ്ട്. ആ PDF സ്റ്റെപ്പ് വൈസ് ഇപ്പോൾ C follows H, C follows B എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പില്ല, ആ ഓരോ സ്റ്റെപ്പ് വൈസ് തന്നെ ഡയഗ്രാം വരച്ചതിൻ്റെ ഫിഗർ ഉണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതേ പ്രോബ്ലംസ് തന്നെയാണ് ആ PDF ഉള്ളത്, പക്ഷേ സ്റ്റെപ്പ് വൈസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നമുക്കത് വെച്ചിട്ട് ഈ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. നിങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരക്കുമ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പായിട്ട് ഒറ്റ ഡയഗ്രത്തിൽ കാണിച്ചാൽ മതി. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റെപ്പ് വൈസ് ഡിഫറെൻറ്റ് ഡയഗ്രാം കാണിക്കേണ്ട, ഓരോ സ്റ്റെപ്പ് ഒറ്റ ഡയഗ്രത്തിൽ കാണിച്ചിട്ട് ആ ഫൈനൽ ഇതുപോലെയുള്ള ഒരു ഫൈനൽ ഡയഗ്രാം മാത്രം വരച്ചാൽ മതി. ഓക്കെ, പക്ഷെ അതെങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റു PDF കൂടി അയച്ചത്. നമുക്കത് വെച്ചിട്ട് ഈ PDF ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് PDF. അപ്പോൾ ഇതിനകത്ത് നേരത്തെ കാണിച്ച ആ സെയിം പ്രോബ്ലം തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിൽ ഈ ഫൈനൽ ഡയഗ്രാം മാത്രമേ നമ്മൾ ആ വാല്യൂയിൽ ഉണ്ടായിട്ടുള്ളൂ, ഈ ഓരോ സ്റ്റെപ്പ് വൈസും കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടി. അപ്പം ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്രോ ദ നെറ്റ്വർക്ക് ഫോർ എ പ്രൊജക്റ്റ് ഹാവിംഗ് 4 activities labeled A, B, C, D and related as activity A and activity B can be done concurrently. Concurrently means activity A and B are parallel activities. Then activity A is the immediate predecessor of activity C and so is the relation between B and D. Activity A യുടെ immediate predecessor എന്ന് പറയുന്നത് ആക്ടിവിറ്റി A ആണ്, ആക്ടിവിറ്റി സിയുടെ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ. സോ ആസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എന്ന് വെച്ചാൽ എന്താണ് മീനിങ്? ഡിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ ബി ആണ്. ഓക്കെ, അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് സി ആൻഡ് ഡി മാർക്സ് ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് AOA ഡയഗ്രമാണ് നമ്മൾ പിന്നെ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഡയഗ്രം എന്ന് പറഞ്ഞു. അപ്പോൾ AOA ഡയഗ്രമാണ് നമുക്ക് വരക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കുക. ആക്ടിവിറ്റി A ആൻഡ് B ബീയിങ് ഡൺ കൺകറൻ്റ്ലി. അതുകൊണ്ട് ആക്ടിവിറ്റി എയും ബിയും നമ്മൾ ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ കാണിച്ചു. ദെൻ ആക്ടിവിറ്റി C ഇസ് ദ ഇമ്മീഡിയറ്റ് സക്സസർ ആക്ടിവിറ്റി A. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്? ആക്ടിവിറ്റി A ഇസ് ദ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ ഓഫ് ആക്ടിവിറ്റി C. അപ്പോൾ ആക്ടിവിറ്റി സിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസസർ A ആണെന്ന് പറയുന്നതും ആക്ടിവിറ്റി C ഇസ് ദ ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ആക്ടിവിറ്റി A എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ്. സോ A കഴിഞ്ഞിട്ട് C വരച്ചു. അതാണ് സെക്കൻഡ് കണ്ടീഷൻ. തേർഡ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? ബിയും ഡിയും തമ്മിലുള്ള റിലേഷനും ഇതാണ്. അതായത് ഡി ആണ് ബിയുടെ സക്സസർ, അല്ലെങ്കിൽ ഡീൻ്റെ പ്രെഡിസസർ എന്ന് പറയുന്നത് ബി ആണ്. സോ ബി കഴിഞ്ഞിട്ട് ഡിയും കൂടി വരച്ചു. അടുത്ത ഡയഗ്രം കിട്ടി. ഇനി അടുത്തത് എന്താ? അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് സി ആൻഡ് ഡി മാർക്സ് ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ്. അപ്പോൾ സിയും ഡിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ്, സിയും ഡിയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ സിയും ഡിയും കൂടിയിട്ട് ഒരു ഫൈനൽ നോഡിൽ എൻഡ് ചെയ്തു. സോ ഇതിൻ്റെ ഫൈനൽ ഡയഗ്രം കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരക്കേണ്ടത്. ഓരോ സ്റ്റെപ്പ് വൈസായിട്ട് ഇവിടെ കറക്റ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒറ്റ ഒരു ഫിഗർ മാത്രം ഒന്നിൽ തന്നെ വരച്ചിട്ട് ഒന്ന് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ദ നെറ്റ്വർക്ക് ഓഫ് എ പ്രോജക്റ്റ് ഹാവിംഗ് 7 activities A, B and C run concurrently. ആക്ടിവിറ്റീസ് പ്രെഡിസസർ റിലേഷൻഷിപ്പ് ആർ ഫോളോസ്. ആക്ടിവിറ്റി ഡിയും ഇയും എഫിൻ്റെയും പ്രെഡിസസർ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. പിന്നെ എയും ബിയും സിയും കൺകറൻ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ്? ജി ഈസ് ദ ലാസ്റ്റ് ഓപ്പറേഷൻ ഓഫ് ദി പ്രൊജക്റ്റ് ആൻഡ് ഓൾസോ ഈസ് എ ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഡി, ഇ ആൻഡ് എഫ്. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ, ആക്ടിവിറ്റി എ ആൻഡ് ബി സി ആർ റൺ പാരലലി. അപ്പോൾ കൺകറൻ്റ്ലി എന്ന് വെച്ചാൽ പാരലൽ ആക്ടിവിറ്റീസ് ആണ്. അതാണ് കാണിച്ചിരിക്കുന്നത്. 3 ആക്ടിവിറ്റീസും ഒരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ മീനിങ് ആ 3 ആക്ടിവിറ്റിയും പാരലൽ ആക്ടിവിറ്റിയാണ്. പിന്നെ ആക്ടിവിറ്റി ഡീൻ്റെ പ്രെഡിസസറായിട്ട് പറഞ്ഞിരിക്കുന്ന എ ആണ്. സോ എ കഴിഞ്ഞിട്ട് ആക്ടിവിറ്റി ഡി വരക്കുക. ദെൻ ഇൻ്റെ പ്രെഡിസസറായിട്ട് പറഞ്ഞിരിക്കുന്നത് ബി ആണ്. സോ ഇ കഴിഞ്ഞിട്ട് ബി കഴിഞ്ഞിട്ട് ഇ വരച്ചു. ദെൻ എഫിൻ്റെ പ്രെഡിസസർ സി ആണ്. അപ്പോൾ സി കഴിഞ്ഞിട്ട് എഫ് വരച്ചു. ഓക്കെ, സെക്കൻഡ് കണ്ടീഷനായി. ലാസ്റ്റ് കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ജി ഈസ് ദ ലാസ്റ്റ് ഓപ്പറേഷൻ ഓഫ് ദി പ്രൊജക്റ്റ് ആൻഡ് ഓൾസോ ഈസ് എൻ ഇമ്മീഡിയറ്റ് സക്സസർ ഓഫ് ഡി, ഇ, എഫ്. അപ്പോൾ ഡീൻ്റെയും ഇൻ്റെയും എഫിൻ്റെയും സക്സസറാണ് ജി എന്ന് പറയുന്നത്. അതാണ് ലാസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്ത് വേണം? ഈ ഡിയും ഇയും എഫും ഒരു നോഡിലേക്ക് എൻഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു നോഡിലേക്ക് വരക്കണം എൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു നോഡിലേക്ക് എൻഡ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് ജി എന്ന് പറയുന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. സോ നെറ്റ്വർക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഡ്രോ ദ നെറ്റ്വർക്ക് ഡയഗ്രാം ഫോർ ദ പ്രൊജക്റ്റ് ഹാവിംഗ് 9 activities
വിത്ത് ദ ഫോളോയിങ് ഇൻ്റർ റിലേഷൻഷിപ്പ്. സി ഫോളോസ് ഡി ബട്ട് പ്രിസീഡ്സ് എഫ്. അപ്പം നമുക്ക് ഓരോ കണ്ടീഷൻ തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഡി ഫോളോസ് സി ബട്ട് പ്രിസീഡ്സ് എഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി എന്ന് പറയുന്നത് സീനെ ഫോളോ ചെയ്യുന്നു, ഓക്കെ, ബട്ട് എഫിനെ പ്രിസീഡ് ചെയ്യുന്നു സി. അപ്പോൾ ഒരു ഡി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി വരക്കാം. ദെൻ അത് സീനെയാണ്, സി ഫോളോസ് ഡി ആണ്, സി ഡീനെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഡി കഴിഞ്ഞിട്ട് സി വരക്കാം. ഓക്കെ, ദെൻ എന്താ, ബട്ട് പ്രിസീഡ്സ് എഫ്, സി എഫിനെ പ്രിസീഡ് ചെയ്യുന്നു. അപ്പോൾ എഫിൻ്റെ പ്രെഡിസസർ ആക്ടിവിറ്റി സി ആണ്. സോ സി കഴിഞ്ഞിട്ട് എഫ് വരച്ചു. ഫസ്റ്റ് കണ്ടീഷൻ്റെ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ്റെ ഡയഗ്രാം. ദെൻ സി, അടുത്തത് സെക്കൻഡ് കണ്ടീഷൻ, സി ഫോളോസ് ബി ബട്ട് പ്രിസീഡ്സ് എച്ച്. സി ബീനെ ഫോളോ ചെയ്യുന്നു, ഓക്കെ, ബട്ട് ഇറ്റ് പ്രിസീഡ്സ് എച്ച്. അപ്പോൾ സിക്ക് മുൻപായിട്ട് നമ്മളിവിടെ ഡി വരച്ച പോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കൂടിയുണ്ട് അല്ലേ. ബീനെ ഫോളോ ചെയ്യുന്നത് സി ആണ്. അതുമാത്രമല്ല, സി എന്ന് പറയുന്നത് എച്ചിനെ പ്രിസീഡ് ചെയ്യുന്നു. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ആക്ടിവിറ്റി സി കഴിഞ്ഞിട്ടാണ് വേണ്ടത്. അപ്പോൾ എച്ചിൻ്റെ പ്രെഡിസസറാണ് സി, അതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമ്മൾ നേരത്തെ സീൻ്റെ സക്സസറായിട്ടല്ല, സീൻ്റെ പ്രെഡിസസറായിട്ട് ഡി വരച്ചു, സീൻ്റെ സക്സസറായിട്ട് എഫും വരച്ചല്ലോ. അതുപോലെ സീൻ്റെ പ്രെഡിസസറായിട്ട് ബിയും സീൻ്റെ സക്സസറായിട്ട് എച്ച് കൂടി വരക്കാം. ഓക്കെ, അപ്പം സെക്കൻഡ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്കിങ്ങനെ കിട്ടും. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്താ, ജി ഫോളോസ് എഫ് ബട്ട് പ്രിസീഡ്സ് ഐ. ജി ഫോളോസ് എഫ് ബട്ട് ഇറ്റ് പ്രിസീഡ്സ് ഐ എന്നാണ് പറയുന്നത്. അപ്പം എഫ് കഴിഞ്ഞിട്ട് നമ്മൾ ജി വരക്കുക. അതിനുശേഷം എന്ത് വേണം, എഫിൻ്റെ ജീൻ്റെ പ്രെഡിസസറായിട്ട് ഐ കൂടി വരക്കുക. അപ്പോൾ ജി കഴിഞ്ഞിട്ട് എഫ് ഉണ്ടല്ലോ, എഫ് കഴിഞ്ഞിട്ട് ജി എന്ന് പറയുന്ന ആക്ടിവിറ്റി വരച്ചു. ദെൻ ഒരു ആക്ടിവിറ്റി ഐ കൂടി വരച്ചു. അതാണ് ചെയ്തത്. ഓക്കെ, ദെൻ അടുത്തത് ഇ ഫോളോസ് എ ബട്ട് പ്രിസീഡ്സ് ഐ. ഇ എന്ന് പറയുന്നത് എനെ ഫോളോ ചെയ്യുന്നു, ബട്ട് ഇറ്റ് ഐനെ പ്രിസീഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഐ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഐനെ പ്രെഡിസസറായിട്ട് അല്ല, ഈൻ്റെ പ്രെഡിസസറായിട്ട് ഇ വരക്കണം, ഐൻ്റെ പ്രെഡിസസറായിട്ട് ഇ വരക്കണം. അപ്പോൾ ഐക്ക് മുൻപേ നമ്മൾ ഇ കൊടുക്കുക, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെന്താണ്, ഇ ഫോളോസ് എ, ഈനെ എ ഫോളോ ചെയ്യേ, ഈ ഫോളോസ് എ, ഈനെ എ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഈൻ്റെ പ്രെഡിസസറാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ എ കഴിഞ്ഞിട്ടാണ് ഈ വരക്കുന്നത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ആക്ടിവിറ്റി കൂടി വരച്ചു. അങ്ങനെയാണ് ഈ ഡയഗ്രാം വന്നിട്ടത്. ഓക്കെ, ഇനി അടുത്തത് ഡി ഫോളോസ് എ. ഡീനെ എ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഡീനെ എ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് വേണ്ടത്, എ കഴിഞ്ഞിട്ട് നമ്മൾ ഡി കൂടി വരക്കണം. ഓക്കെ, എ കഴിഞ്ഞിട്ട് ഡി കൂടി വരക്കണം. അപ്പോൾ ഡി ഫോളോസ് എ എന്നാണ്. ഇവിടെ നമ്മൾ ഡി ഓൾറെഡി ബിയിലേക്ക് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വേണം, ആ ഡി ഇവിടുന്ന് ഇങ്ങനെ അതിന് സ്റ്റാർട്ടിങ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ബിയിലേക്ക് വരക്കുക ചെയ്ത്. അപ്പോൾ എന്ത് നമ്മൾ ചെയ്യേണ്ടത്, അത് ബിയിലേക്ക് ഇങ്ങനെ ഇവിടുന്ന് എ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടുന്ന് എ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണിക്കും. ഓക്കെ, അതായത് ഇങ്ങനെ എ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണിക്കാം. അങ്ങനെ വരച്ച ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഓക്കെ, ഇവിടെ ഡി എനെ ഫോളോ ചെയ്യുന്നുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ, അടുത്തത് എച്ച് ആൻഡ് ഐ ടെർമിനേറ്റ് അറ്റ് ദ സെയിം ടൈം. എച്ചും ഐയും ഒരേ ടൈമിലാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എച്ചിൻ്റെയും ഐൻ്റെയും റിലേഷൻ നമ്മളിവിടെ എച്ചും ഐയും വരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് രണ്ടും ഒരേ പോയിന്റിൽ ടെർമിനേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ അതിനെ രണ്ടിനെയും ഒരു നോഡിലേക്ക് കണക്ട് ചെയ്യാം. ഈ എച്ചും ഐനെ ഒരു സിംഗിൾ നോഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ കാണിച്ചത്. എച്ചും ഐനെയും ഒരു സിംഗിൾ നോഡ് വെച്ച് കണക്ട് ചെയ്തു. ഇനി അടുത്തത് എ ആൻഡ് ബി ആർ ദ സ്റ്റാർട്ട് അറ്റ് ദ സെയിം ടൈം. എയും ബിയും ആണ് സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എയും ബിയും കാണിച്ചിട്ടുണ്ട്, അതൊരു നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ കാണിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി അതിനെ നമ്പർ ചെയ്യുക. അങ്ങനെ ഫൈനൽ നെറ്റ്വർക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓർഡറിലല്ലാതെ ABC എന്ന് പറയുന്ന അൽഫബറ്റിക് ഓർഡറിലാണ് നമ്മൾ ഈ ആക്ടിവിറ്റിനെ നമ്പർ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ എൻ്റെയും എൻ്റെ റിലേഷൻ എന്താ, നെക്സ്റ്റ് ബീൻ്റെ റിലേഷൻ, നെക്സ്റ്റ് സീൻ്റെ റിലേഷൻ, അങ്ങനെ നോക്കിയിട്ടും ചെയ്യാം, പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ ഓർഡറിലും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. അടുത്ത പ്രോബ്ലം ജോബ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ABCD എന്ന് പറഞ്ഞിട്ട് ജോബ് എന്ന് പറയുന്നത് ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ആക്ടിവിറ്റീസാണ് തന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനായിട്ട് 1 to 2, 2 to 3, 2 to 4 എന്ന് തന്നിരിക്കുന്നത്
നമുക്ക് ആക്ടിവിറ്റീസിനെ ഒന്നുകിൽ ആൽഫബറ്റിക് ഓർഡറിൽ നെയിം ചെയ്യാം, അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി കണക്ട് ചെയ്യുന്ന ഇവൻറ്റ്സിനെ വെച്ചിട്ട് നമുക്ക് നെയിം ചെയ്യാം. ഇതിനെ നമുക്ക് ആക്ടിവിറ്റി എ എന്നും പറയാം, അല്ലെങ്കിൽ ഇതിനെ ആക്ടിവിറ്റി 1 to 2 എന്നും പറയാം. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ആക്ടിവിറ്റി ബി ഉണ്ട്, അതിന് നമ്പർ 3 ആണെങ്കിൽ അതിന് ആക്ടിവിറ്റി ബി എന്ന് പറയാം, എ എന്നും പറയാം, 1 to 2 എന്നും. അതുപോലെ ബി എന്നും പറയാം നമുക്ക് 2 to 3. അതായത് അതിൻ്റെ മീനിങ് അത് ഇവൻറ്റ് 2നെയും 3നെയും കണക്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഓരോ ഏതൊക്കെ ഇവൻറ്റ്സിനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റി എ എന്ന് പറയുന്നത് 1 to 2നെ കണക്ട് ചെയ്ത് വരച്ചു. ദെൻ അടുത്ത് ഇത് വരക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ, ഇങ്ങനെ റിലേഷൻ തന്നു കഴിഞ്ഞാൽ. ആദ്യത്തെ ആക്ടിവിറ്റി 1 to 2, ദെൻ അടുത്തത് 2 to 3 ആണ്. സോ 2 to 3 ഒരു ഏറോ വരക്കുക. ദെൻ 2 to 4 ഉണ്ട്, 2 to 4 ഒരു ഏറോ വരക്കുക. ഓക്കെ, ദെൻ 3 to 6, 3 to 6 ഒരു ഏറോ. ദെൻ 3 to 5 വേണം, 3 to 5 കൂടി വരച്ചു. ദെൻ 4 to 5 ആണ് വേണ്ടത്. 4 വരച്ചിട്ടുണ്ട്, 4 ഉം 5 നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു. ദെൻ 4 to 7, 4 to 7 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി കൂടി സ്റ്റാർട്ട് ചെയ്യാം. ദെൻ 5 to 8, 5 to 8 വരക്കുക. ദെൻ 6 to 8, 6 to 8 വരക്കുക. ദെൻ 7 to 8, 7 to 8 വരക്കുക. ഇനി ഇതിനെയൊക്കെ നെയിം ചെയ്യുക. അതുപോലെ തന്നെ ഈ ഓർഡറിൽ ഈ തന്നിരിക്കുന്ന ഏതൊക്കെ ഇവൻറ്റ്സിനെ കണക്ട് ചെയ്ത ആക്ടിവിറ്റിയാണ് എന്ന് പറയുന്നത് അതിന് ഓർഡറിൽ നെയിം ചെയ്യാം ആക്ടിവിറ്റീസിന്. വളരെ എളുപ്പമാണ്, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും തരാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവൻ്റാണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ആക്ടിവിറ്റി അല്ല, ഇവൻ്റാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസിസർ. നേരത്തെ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ആക്ടിവിറ്റീസാണ് തന്നത്, ആക്ടിവിറ്റീസും അതിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസിസർ ആക്ടിവിറ്റിയാണ് തന്നത്. എന്നാൽ ഇതിൽ ഇവൻ്റാണ് തന്നിരിക്കുന്നത്. ഇവൻറ്റും അതിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസിസർ ഇവൻറ്റും ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറോയിലല്ല നോഡിലാണ്. നമ്മൾ AOA ഡയഗ്രാണ് കോമൺലി വരക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ AOA ഡയഗ്രാണ് വരക്കുന്നത്. സോ നമ്മൾ ഇവൻറ്റിനെ നോഡിലാണ് നമ്മൾ ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഏറോയിൽ ആക്ടിവിറ്റിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇവൻറ്റും ആ ഓരോ ഇവൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ ഇവൻ്റ് ഏതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ നോക്കുക. ഫസ്റ്റ് ഇവൻറ്റ് നമ്പർ 1. ഇവൻറ്റ് 1ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ ഒന്നുമില്ല. അതിൻ്റെ മീനിങ് എന്താ? ഇവൻറ്റ് 1 ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവൻറ്റ്. സോ ഇവൻറ്റ് 1 വരച്ചു. ദെൻ അടുത്തത് ഇവൻറ്റ് 2. ഇവൻറ്റ് 2ൻ്റെ ഇമ്മീഡിയറ്റ്, ഇവിടെ നമ്മൾ ഇവൻറ്റ് 1 വരച്ചു. ദെൻ ഇവൻറ്റ് 2. ഇവൻറ്റ് 2ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ ഇവൻറ്റ് 1 ആണ്. സോ ഒരു ഏറോ വരക്കുക. 2ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ 1 ആയതുകൊണ്ട് 1 കഴിഞ്ഞിട്ട് 2 വരക്കുക. അടുത്തത് 3. ഇവൻറ്റ് 3ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ 2 ആണ്. സോ 2 കഴിഞ്ഞിട്ട് ഇവൻറ്റ് 2 കഴിഞ്ഞിട്ട് 3 വരക്കുക. ഇവൻ്റാണ് വരക്കേണ്ടത്, ആക്ടിവിറ്റി അല്ല, അത് ശ്രദ്ധിക്കാം. നോഡിലാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരക്കുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1 ഇമ്മീഡിയറ്റ് പ്രെഡിസർ ഇല്ല, സോ സ്റ്റാർട്ടിങ് ഇവൻറ്റ്. ദെൻ 2ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ ഇവൻറ്റ് 1, സോ 1 കഴിഞ്ഞിട്ട് 2 വരച്ചു. 3ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ ഇവൻറ്റ് 2, സോ 2 കഴിഞ്ഞിട്ട് 3 വരച്ചു. ദെൻ 4ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ 2 ആണ്. സോ 2 കഴിഞ്ഞിട്ട് 4 കൂടി വരക്കുക. ദെൻ 5ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസറും 2 ആണ് ക്വസ്റ്റ്യനിൽ. സോ 2 കഴിഞ്ഞിട്ട് 5 കൂടി ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ 2ൻ്റെ സക്സസറായിട്ട് 4ഉം 3ഉം 5ഉം വന്നു. ഇനി അടുത്തത് 6ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസറായിട്ട് 3ഉം 5ഉം ഉണ്ട്. അപ്പം 3ഉം 5ഉം കഴിഞ്ഞിട്ട് നമ്മൾ 3ൻ്റെയും 5ഉം ആണ് 6ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ. അപ്പോൾ 3ഉം 5ഉം കഴിഞ്ഞിട്ട് നമ്മൾ 6 വരക്കാം. അപ്പോൾ ഇങ്ങനെ വരും. 3ഉം 5ഉം 6ലേക്ക് ജോയിൻ ചെയ്ത് 6 എന്ന് പറഞ്ഞ ഇവൻറ്റിലേക്ക് മാർക്ക് ചെയ്യാം. ഇവൻ്റാണ്, ശ്രദ്ധിക്കുക. ദെൻ 7 എന്ന് പറയുന്ന ഇവൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ 3 and 4. അപ്പോൾ 3ഉം 4ഉം കണക്ട് ചെയ്തിട്ട് 7ലേക്ക് മാർക്ക് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 3ഉം 4ഉം 7ലേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, അതായത് ഇങ്ങനെ. ദെൻ അടുത്തത് 8ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ 3 and 7. ഓക്കെ, അപ്പോൾ 3ഉം 7ഉം കൂടി കണക്ട് ചെയ്തിട്ട് 8ലേക്ക് മാർക്ക് ചെയ്തു. ദെൻ 9, 7 ആണ് ഇമ്മീഡിയറ്റ് പ്രെഡിസർ. അപ്പോൾ 7 കഴിഞ്ഞിട്ട് 9 വരക്കുക. ദെൻ അടുത്തത് 10ൻ്റെ ഇമ്മീഡിയറ്റ് പ്രെഡിസർ 3ഉം 6ഉം 8ഉം 9ഉം. അപ്പോൾ 3നും അതുപോലെ തന്നെ 6നും 8നും 9നും കണക്ട് ചെയ്തിട്ട് 10 എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇവൻ്റാണെന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ റിലേഷൻ നോക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത് AOA ഡയഗ്രാം നമ്മൾ കോമൺലി വരയ്ക്കുന്നുണ്ട്. അതിൽ ഇൻ്റർ റിലേഷൻഷിപ്പ് കാണിക്കാൻ നമുക്ക് ഡെമ്മി ആക്ടിവിറ്റി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് വരക്കാം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ടിൽ
ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തന്നെ പ്രോബ്ലംസ് ചെയ്ത് നോക്കും. ഓക്കെ, അടുത്തത് നെറ്റ്വർക്ക് ടെക്നിക്കായ പേർട്ടും CPM ആണ്. അപ്പോൾ പേർട്ടിൻ്റെ അകത്തുള്ള ടൈം എസ്റ്റിമേറ്റ്സ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ പേർട്ടിൽ പിന്നെ ടോട്ടൽ ഡ്യൂറേഷൻ ഒരു ആക്റ്റീവ് പ്രൊജക്റ്റിൻ്റെ കണ്ടുപിടിക്കുന്നത്, എങ്ങനെ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കും, അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യുന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.